പിന്നെ പറയുവാണെങ്കിൽ എല്ലാത്തിനും മേലെ വേണ്ട നമുക്ക് തന്നെ വിശ്വാസം വേണം. ബാക്കിയുള്ളവർ എന്ത് വേണേലും പറയും. അപ്പോൾ സാറ് പറഞ്ഞില്ലേ, സാറ് പറഞ്ഞ പോലെ എൻ്റെ ആൻസേഴ്സ് അത്ര മോശമായിരുന്നു. പക്ഷെ എനിക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ഇത്തവണ ക്ലിയർ ആകും എന്നുള്ള വിശ്വാസമായിരുന്നു. അതായിരിക്കാം ഒരു പക്ഷെ അവസാനം ഇവിടം വരെ എത്തിച്ചത്. അപ്പം പ്രിലിംസിൻ്റെ ടെസ്റ്റിന് പോയപ്പോൾ ഞാൻ മെയിൻലി എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാര്യം ശരത് സാറായിരുന്നു. ശരത് സാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന മീൻസ് എത്ര മോശമായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നിങ്ങൾ റീസണിങ് ഉപയോഗിച്ചാൽ മതി, എഴുതാൻ പറ്റും. പിന്നെ ഇൻ്റർവ്യൂ ലെവൽ വരുവാണെങ്കിൽ എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ GD ആണ്, ഒരു 8 GD ഉണ്ടായിരുന്നു. ആ എല്ലാ GD ഞാൻ അറ്റൻഡ് ചെയ്തു. ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഇത് ലിസ്റ്റ് കയറിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ഓൾമോസ്റ്റ് 90% ക്രെഡിറ്റ് ഞാൻ ലീഡിനെ കൊടുക്കത്തുള്ളൂ. പിന്നെ അത് ഹൃദ്യ ഒരു ടെസ്റ്റ് പോലും മുടങ്ങാതെ എടുത്തു, ഒന്നും വിട്ടുപോയിട്ടില്ല. ഡെയിലി ആൻസർ റൈറ്റിംഗ് എല്ലാ ദിവസവും വരും, ഓൺസ്ക്രീൻ വരും, നമ്മൾ എന്ത് പരിപാടി വെച്ചാലും അതിനെല്ലാം വരും. അപ്പം ആ എഫേർട്ടും ആ ഡിസിപ്ലിനും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള ട്രസ്റ്റുമാണ് ശരിക്കും ഒരു 311 റാങ്കിലേക്ക് ഹൃദ്യനെ എത്തിച്ചത്. ഇപ്പം വന്നപ്പോഴാണ് അറിഞ്ഞത് ഹൃദ്യ വിൽ ബി ഗെറ്റിംഗ്, മോസ്റ്റ് പ്രോബബ്ലി വിൽ ബി ഗെറ്റിംഗ് 99% കിട്ടും. ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്കാണ് കയറുക. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് വെരി എലീറ്റ്, വളരെ വളരെ എലീറ്റ് ആയിട്ടുള്ള ഒരു സർവീസ് കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തിട്ട് വേറെ രാജ്യത്ത് സംസാരിക്കാൻ പോകുന്നതാണ്. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ less than 1000 IFS officers and Hridya will be one among them. So ആ ഒരു ട്രാൻസിഷൻ ഒരു 3 or 4 months അല്ലെങ്കിൽ ഒരു 1 year 2 year ലീഡിന്റെ കൂടെ നിന്നിട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഹൃദ്യ നിങ്ങളോട് ഒരു ക്ലാസ് അധികം ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല, ഒരു 5 to 10 minutes നിങ്ങളോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കും. ആ പ്രോസസ് എന്തായിരുന്നു ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. വെൽക്കം ബാക്ക്. താങ്ക് യു സാർ. അപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ലീഡ് എനിക്ക് തുടങ്ങുന്നത് കഴിഞ്ഞതിന് മുന്നത്തെ പ്രിലിംസിൻ്റെ ടൈമിലാണ് ലീഡ് തുടങ്ങുന്നത്. അപ്പം കൊറോണയായിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ പോയി, റീഡിംഗ് റൂമെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലോട്ട് പോയി. അപ്പം വീട്ടിൽ പോയിട്ട് ഇത്രയും നാളും റീഡിംഗ് റൂമിൻ്റെ ഒരു അന്തരീക്ഷത്തിലിരുന്നിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് ചെന്നപ്പോൾ പഠിത്തമൊന്നും നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഓൺലൈനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന്, ഓൺലൈൻ ടെസ്റ്റ് സീരീസോ അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പുതിയ ഒരിതുണ്ട്, പ്രിലിംസ് കില്ലർ എന്നും പറഞ്ഞ് ഞാനവിടെ ജോയിൻ ചെയ്യുക, നീ നോക്കെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ പ്രിലിംസ് കില്ലറിൽ വരുന്നത്. ഫസ്റ്റ് അത് ജസ്റ്റ് ഒരു 1 month പ്രോഗ്രാം ആയിരുന്നു. ജസ്റ്റ് കുറച്ച് ആൻസേഴ്സ് എടുത്തിട്ട് അതിൻ്റെ സ്ട്രാറ്റജി പറഞ്ഞു തരും, അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം ആ ടൈമിൽ ആ ഒരു 1 month കൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു. കാരണം കൊറോണ വന്ന് ഇരുന്നപ്പോൾ ഫുൾ ഡെസ്പായിട്ടിരുന്ന സമയം പഠിത്തമൊന്നും നടന്നില്ല. 1 month എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ചു. പക്ഷെ ഒരു 2 മാർക്കിന് പോയി, ആ തവണത്തെ പ്രിലിംസ് പോയി. അത് പക്ഷെ കിട്ടുമെന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കീ ഒക്കെ നോക്കിയപ്പോൾ 90 above ഒക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പോയി. അപ്പം ഞാൻ അങ്ങനെ മെയിൻ സ്കില്ലറിന് ഇവിടെ ചേർന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോഴത്തേനും ഡെസ്പായി, കിട്ടിയില്ല. അപ്പം പിന്നെ ഒരു 1 month ഒക്കെ നമ്മളിങ്ങനെ ഡെസ്പ് പഠിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ലീഡിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് മൊമെന്റത്തിലോട്ട് പോയി. അപ്പം മൊമെന്റത്തിൽ പോയപ്പോഴാണ് ആൻസർ റൈറ്റിങ്ങിൽ ഡെയിലി ആൻസർ റൈറ്റിങ്ങിനോട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ആയത്. അല്ലാതെ ഇപ്പോൾ ഫുൾ ടെസ്റ്റ് ആണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 10 ക്വസ്റ്റ്യൻ കാണും. അന്നേരം 10 ക്വസ്റ്റ്യൻ ആയിരുന്നെന്ന് തോന്നുന്നു. 10 ക്വസ്റ്റ്യൻ കാണും. നമുക്ക് ഒന്ന് എഴുതുമ്പോഴത്തേനും ബോറടിക്കും, പിന്നെ അവിടെ ഇരിക്കും, ബാക്കി എഴുതാൻ തോന്നത്തില്ല, അങ്ങനെയൊക്കെ വരും. പക്ഷെ ഡെയിലി ആൻസർ റൈറ്റിംഗ് വരുമ്പോൾ എനിക്ക് കണ്ടന്റ് കാണത്തില്ല ചിലപ്പോൾ. അപ്പോൾ സാറൊന്ന് പറഞ്ഞു കണ്ടന്റ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് എഴുതിയാൽ മതിയെന്ന്. അപ്പോൾ ഈ ഒരു ആൻസർ എഴുതുന്നതിന് മുമ്പ് റെഫർ ചെയ്യും, അതെങ്ങനെയാണെന്ന് നോക്കും, എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൻസർ ചെയ്യും. എന്നിട്ട് എൻ്റെ ഓൺസ്ക്രീൻ ഇവാലുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ മെൻറ്റർ സാന്ദ്ര മാം ആയിരുന്നു. അങ്ങനെ ഓൺസ്ക്രീൻ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ അത് പിന്നെ ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് തോന്നും. അപ്പോൾ ഇതെല്ലാം കോൺഫിഡൻസ് കൂട്ടി. അത് കഴിഞ്ഞിട്ട് അതുപോലെ മലയാളത്തിൻ്റെ ഉണ്ടായിരുന്നു സൂപ്പർ 20 എന്നും പറഞ്ഞു, അതും സാന്ദ്ര മാം ആയിരുന്നു. സാന്ദ്ര മാം എൻ്റെ കൂടെ എനിക്ക് വന്ന 3-4 പ്രോഗ്രാംസിന് സാന്ദ്ര മാം കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മലയാളത്തിനാണേലും ഈ ഡെയിലി ആൻസർ റൈറ്റിംഗ് വന്ന് അതും ഇമ്പ്രൂവ് ആയി. അപ്പം അങ്ങനെ ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് പ്രിലിംസ് കില്ലറിന് ഞാൻ വേറെ എങ്ങും നോക്കിപ്പോയില്ല, ആദ്യം ഇവിടെ തന്നെ ചേർന്നത്. അപ്പം ചേർന്നപ്പോൾ തന്നെ എല്ലാ പ്രോഗ്രാമും ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. മൈക്രോ ക്ലാസ്സിന് എന്നും ഉച്ചയ്ക്ക് സാറിൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. മൈക്രോ ക്ലാസ്സിനിരിക്കും, എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്യും. അതുപോലെ UPSC ക്ലാസിക്സ്, ലോജിക്കൽ റീസണിങ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ,
എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യും. അപ്പം എനിക്കറിയാവുന്ന പല പ്രശ്നങ്ങളുണ്ട്, കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് വന്നു. ലാസ്റ്റിലപ്പോൾ ഒരു എക്സാം ഇട്ടപ്പോൾ എനിക്ക് ബാക്കി എല്ലാവർക്കും മാർക്ക് കുറഞ്ഞപ്പോൾ എനിക്കൊരു 110 അടുപ്പിച്ച് മാർക്ക് കിട്ടി. അപ്പോൾ അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പം പ്രിലിംസിൻ്റെ ടെസ്റ്റിന് പോയപ്പോൾ ഞാൻ മെയിൻലി എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാര്യം ശരത് സാറായിരുന്നു. ശരത് സാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന മീൻസ് എത്ര മോശമായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നിങ്ങൾ റീസണിങ് ഉപയോഗിച്ചാൽ മതി, എഴുതാൻ പറ്റും എന്നോർത്ത് ആ ഒരു ഇതും. പിന്നെ ബാക്കിയുള്ളവർക്ക് മാർക്ക് കുറഞ്ഞ സമയത്ത് എനിക്ക് മാർക്ക് കിട്ടി. ആ ഒരു പോസിറ്റീവ്സ്, ആ ഒരു ഹൈസിനെ ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്നു. അപ്പം എന്തായാലും നമ്മളറിയാം പ്രിലിംസിൻ്റെ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മളെല്ലാം ഞെട്ടും. അറിയാവുന്ന ഒരു 10 ക്വസ്റ്റ്യൻ കാണും, ബാക്കിയൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പം ഈ ക്വസ്റ്റ്യൻ എല്ലാം അതുപോലെ ഇത്രയും നാളും എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ മാക്സിമം അറ്റംപ്റ്റ്സ് കൂട്ടുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് എത്ര മോശമായാലും പേപ്പർ ഹാർഡായിരുന്നു, പക്ഷേ 99 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. അറിയത്തില്ലായിരുന്നു, മിക്കതും അറിയത്തില്ലായിരുന്നു, പക്ഷെ കഴിയുന്നത്ര റീസണിങ് ഉപയോഗിച്ച് അറ്റംപ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ജസ്റ്റ് പാസ്സായി പ്രിലിംസിന്. എന്തായാലും പ്രിലിംസ് പാസ്സായി. മെയിൻസിന് വന്നപ്പോഴാണേലും മെയിൻസിനും എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ആൻസർ റൈറ്റിങ്ങിൻ്റെ ABCD അറിയത്തില്ലായിരുന്നു, കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. ആദ്യം ഇപ്പോൾ സാറിനെ ആണേലും അനൂപ് സാറിനെ ആണേലും കൊണ്ട് കാണിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞ് എല്ലാം പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ആ ഒരു രീതിയായിരുന്നു. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം ഡിസിപ്ലിൻഡ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തു. ഓൺസ്ക്രീൻ ഇവാലുവേഷന് എന്നും വൈകിട്ട് 9 മണിക്ക് ഇരിക്കുമായിരുന്നു. റീഡിംഗ് റൂംസ് ആ ടൈമിൽ റീഡിംഗ് റൂം ഉണ്ടായിരുന്നു. എന്നും റീഡിംഗ് റൂമിൽ പോവും. 8:30 ആകുമ്പോൾ റീഡിംഗ് റൂമിൽ പോവും. 6 മണി 6:30 ആകുമ്പോൾ തിരിച്ചു വരും. അത് ചെയ്തു. അതുപോലെ എല്ലാ ദിവസവും അറ്റംപ്റ്റ് ചെയ്തു. എല്ലാ ദിവസവും ആൻസർ അറ്റംപ്റ്റ് ചെയ്തു. ടോപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് നോക്കി. കഴിവതും എൻ്റെ ആൻസേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. പിന്നെ ചെയ്ത് ലീഡിൻ്റെ ആൻസർ കീ വെച്ച് അത് വായിച്ച് കൂടുതൽ ടു ദ പോയിന്റ് ആൻസേഴ്സിനെ ഹിറ്റ് ചെയ്യാൻ നോക്കി. ഇവർ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ആൻസേഴ്സിൽ ഇൻ്റർപ്രറ്റ് വരുത്താൻ നോക്കി. ഇതെല്ലാം ചെയ്ത് പിന്നെ മെയിൻസിന് പോയപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ ക്ലിയർ ആകുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോഴും ഞാൻ ഒന്നും പഠിക്കാതെ പോയിട്ടും എനിക്കൊരു 100 അബവ് മാർക്ക് കിട്ടി, 100 അടുപ്പിച്ച് മാർക്ക് കിട്ടി. അപ്പം ഞാനത് വെച്ച് കാൽക്കുലേറ്റ് നോക്കിയപ്പോൾ എനിക്ക് 4 GSനും കൂടെ ഒരു 400 കിട്ടും. മലയാളത്തിന് നോക്കുമ്പോൾ മലയാളം ഞാൻ ഇച്ചിരി ഓക്കെയാണ്, സ്ട്രോങ് ആണ്, അപ്പോൾ ഒരു 300 അടുപ്പിച്ച് കിട്ടുമായിരിക്കും. എസ്സേക്ക് നോക്കിയപ്പോഴും എനിക്കൊരു 110 എന്തായാലും അബവ് കിട്ടും. ആ ഒരു കോൺഫിഡൻസും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആ കോൺഫിഡൻസും കൂടി പോയിട്ട് ഞാൻ എന്തായാലും മെയിൻസ് ക്ലിയർ ആയി. എനിക്ക് ഓൾമോസ്റ്റ് വിശ്വാസം ഉണ്ടായിരുന്നു, എന്നെ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ ലെവൽ വരുവാണെങ്കിൽ എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ GD ആണ്, ഒരു 8 GD ഉണ്ടായിരുന്നു. ആ എല്ലാ GDയും ഞാൻ അറ്റൻഡ് ചെയ്തു. ലാസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ 2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ GD അറ്റൻഡ് ചെയ്തു. അതിലെല്ലാത്തിലും കൂടെ എനിക്ക് കൂടുതൽ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാറി. അങ്ങനെ ആ GD അറ്റൻഡ് ചെയ്തു, മോക്ക് അറ്റൻഡ് ചെയ്തു. അങ്ങനെ എല്ലാ പ്രോഗ്രാംസിലും അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഇത് ലിസ്റ്റ് കയറിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ഓൾമോസ്റ്റ് 90% ക്രെഡിറ്റ് ഞാൻ ലീഡിനെ കൊടുക്കത്തുള്ളൂ. കാരണം പണ്ട് മുതലുള്ളൊരാഗ്രഹമായിരുന്നു, പക്ഷേ എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, ഏത് ബുക്ക് പഠിക്കണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ ഇവൻ പ്രിലിംസിൻ്റെ ടൈമിൽ തന്നെ ആ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് അതുപോലെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു ടൈം ടേബിൾ ഞാനായിട്ട് ഉണ്ടാക്കേണ്ടി വന്നില്ല, മെയിൻസിൻ്റെ സമയത്താണെങ്കിലും. അപ്പം ഇതെല്ലാം കാരണം എനിക്ക് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. പിന്നെ പറയുവാണെങ്കിൽ എല്ലാത്തിനും മേലെ വേണ്ട നമുക്ക് തന്നെ വിശ്വാസം വേണം. ബാക്കിയുള്ളവർ എന്ത് വേണേലും പറയും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ എൻ്റെ ആൻസേഴ്സ് അത്ര മോശമായിരുന്നു, പക്ഷെ എനിക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ഇത്തവണ ക്ലിയർ ആകും എന്നുള്ള വിശ്വാസമായിരുന്നു. അതായിരിക്കാം ഒരു പക്ഷേ അവസാനം ഇവിടം വരെ എത്തിച്ചത്. നന്ദി.